ആണോ? മുഖദ്ദിമയാണോ? ആ ഇല്ല, ആരംഭം രണ്ട് പേജ് ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ? ആ അതിനകത്തെ തൊട്ട് മുകളിൽ അവനില്ലാഹി നുനബ്ബിഹു അലാ ഹാദാ ആ ബിൽ കലാമി അലാ ഫാത്തിഹത്തിൽ കിതാബി ഉമ്മുൽ ഖുർആൻ. അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി ഈ സംസാരത്തിലൂടെ നമ്മൾ ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മർമ്മമായിട്ടുള്ള സംഗതി, അതുപോലെ ഫാത്തിഹത്തുൽ കിതാബിന്റെ തുടക്കവുമായിട്ടുള്ള സൂറത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ഉണർത്താൻ പോണത്. وعلى بعض ما تضمنته هذه السورة من هذه المطالب. ഈ സൂറത്ത് ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, ചില ആശയങ്ങളും وما تضمنته من الرد على جميع أهل البدع والضلال, ബിദ്അത്ത് ളലാലിന്റെ എല്ലാ ആളുകളെ സംബന്ധിച്ചും അവർക്കുള്ള ഖണ്ഡനമായിട്ട് ഇത് ഉൾക്കൊള്ളുന്ന സംഗതികളും ഉണർത്തുന്നു. وما تضمنته من منازل السائرين ومقامات العارفين. അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ചരിക്കുന്നവർ, അതാണ് സാഹിരി എന്ന് പറഞ്ഞാൽ. മഖാമാത്തുൽ ആരിഫി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ആളുകളുടെ സ്ഥാനം. അങ്ങനെ അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളും നമ്മൾ പറയാൻ പോകുന്നുണ്ട്. വൽ ഫർഖി ബൈന ബസാഇരിഹ വഗായാതിഹ വമവാഹിബിഹ വകസ്ബിയാതിഹ. അതുപോലെ തന്നെ ആ സൂറത്ത് ഉൾക്കൊള്ളുന്ന അതിൻ്റെ മാർഗങ്ങൾ, അതിൻ്റെ ലക്ഷ്യം, അതിന് നൽകപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അത് നേടിത്തരുന്ന സംഗതികൾ തുടങ്ങിയുള്ള അവ തമ്മിലുള്ള വ്യത്യാസവും. وبيان أنه لا يقوم غير هذه السورة مقامها. ഈ സൂറത്തല്ലാത്ത മറ്റൊരു സൂറത്തും ഈ സൂറത്തിന്റെ സ്ഥാനം അലങ്കരിക്കുന്നില്ല എന്ന കാര്യം വിവരിക്കുകയും ചെയ്യുന്നു. വലാ യസുദ്ദു മസദ്ദഹ. ഈ സൂറത്തിന്റെ നഷ്ടം മറ്റൊന്ന് നികത്തുകയില്ല എന്ന കാര്യവും. വലിദാലിക ലം യുൻസൽ ഫിൽ തൗറാത്തി വലാ ഫിൽ ഇൻജീൽ വലാ ഫിൽ സബൂർ വലാ ഫിൽ ഖുർആനി മിസ്ലുഹാ. അതുകൊണ്ട് തന്നെ തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഖുർആനിൽ പോലുമോ സമാനമായ മറ്റൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. സൂറത്ത് ഫാത്തിഹയ്ക്ക് സമാനമായ മറ്റൊരു സൂറത്തില്ല. വല്ലാഹുൽ മുസ്തആനു അലൈഹി തക്ലാൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ഖൗലുഹു അസ്സ വജല്ല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. هذه السورة اشتملت على أمهات المطالب العالية أتم اشتمال وتضمنتها أكمل تضمن. ഈ സൂറത്ത് ഉദ്ദിഷ്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും ഉന്നതവുമായിട്ടുള്ള സംഗതികളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു. ഇഷ്ടമലത്ത് അലൈ തളമ്മന എന്നൊക്കെ പറഞ്ഞാൽ അതാണ്ട് ഉൾക്കൊള്ളുക എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. ഇഷ്ടമലത്ത് താരീഫിൽ മഅബൂദി തബാറക വ തആല. ഒന്നാമതായിട്ട് അത് മഅബൂദിനെ, അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവ് നൽകുന്നു. ബിസലാസത്തി അസ്മാ, മൂന്ന് നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള താരീഫ്, അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നത്. ആ നാമങ്ങൾ മർജിഉൽ അസ്മാഇൽ ഹുസ്ന വസ്സിഫാത്തിൽ ഉല്യാ ഇലൈഹ. അസ്മാഉൽ ഹുസ്നയുടെയും അത്യുന്നതമായിട്ടുള്ള സിഫത്തുകളുടെയും ഒക്കെ അവലംബം ഈ മൂന്ന് ഗുണങ്ങളാണ്, സിഫത്തുകളാണ്. മദാറുഹ അലൈഹ, അസ്മാഉൽ ഹുസ്നയുടെ അവലംബവും ഈ മൂന്ന് ഇസ്മുകൾ തന്നെയാണ്. വഹിയല്ലാഹു വറബ്ബു വറഹ്മാൻ. അല്ലാഹു, റബ്ബ്, റഹ്മാൻ, ഈ മൂന്ന്
സർ അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ല, ബ്രേക്ക് ആയി പോകുന്നു. ഫസ്റ്റുമലത്തെ ആദ്യത്തെ താരീഫ് എന്നുള്ള പാരഗ്രാഫ് ഒന്നും കൂടെ പറയോ? കേട്ടില്ല, അത് കട്ടായിട്ടാ കേട്ടെ. فاشتملت على تعريف بالمعبود تبارك وتعالى بثلاثة أسماء. ഈ സൂറത്ത് മഅബൂദ് പറഞ്ഞ അള്ളാഹു ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആള്, മഅബൂദിനെ സംബന്ധിച്ച് മൂന്ന് ഇസ്മുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മഅബൂദിനെ അത് പരിചയപ്പെടുത്തുന്നത്. മർജിഉൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ ഇലൈഹ, അസ്മാഉൽ ഹുസ്നയുടെയും അത്യുന്നത സിഫത്തുകളുടെയും ഒക്കെ അവലംബവും മദാറുഹ അലൈഹ, അവയുടെ മടക്കമൊക്കെ ഈ മൂന്ന് നാമങ്ങളാണ്. അള്ളാഹു, റബ്ബ്, റഹ്മാൻ, ഇതാണ് ഈ മൂന്ന് നാമങ്ങൾ എന്ന് പറഞ്ഞത്. വഹിയല്ലാഹു റബ്ബു റഹ്മാൻ. വബുനിയത്തി സൂറത്തു അലൽ ഇലാഹിയ്യത്തി വറുബൂബിയ്യത്തി വറഹ്മ. ഈ സൂറത്ത് ഇലാഹിയ്യത്ത്, റുബൂബിയ്യത്ത്, റഹ്മത്ത്, ഈ മൂന്ന് ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, ഈ രണ്ടായത്തിൽ ഈ മൂന്ന് നാമങ്ങളുണ്ട്. വയ്യാക നഅ്ബുദു മബ്നിയ്യുൻ അലൽ ഇലാഹിയ്യ, ഇയ്യാക നഅ്ബുദു എന്നുള്ളത് ഇലാഹിയ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർമ്മിക്കപ്പെട്ടത്. വയ്യാക നസ്തഈൻ അല റുബൂബിയ്യ, ഇയ്യാക നസ്തഈൻ എന്നുള്ളത് റുബൂബിയ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർമ്മിക്കപ്പെട്ടത്. വതലബിൽ ഹിദായത്തി ഇലാ സിറാത്തിഹിൽ മുസ്തഖീം ബിസിഫത്തിർ റഹ്മ, റഹ്മത്ത് എന്ന സിഫത്തിലൂടെ സിറാത്ത് മുസ്തഖീമിലേക്കുള്ള ഹിദായത്ത് തേടുക എന്നതിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സൂറത്ത് നിർമ്മിക്കപ്പെട്ടത്. വൽഹംദു യതളമ്മനുൽ ഉമൂറ സലാസ, ഹംദ് ഈ മൂന്ന് കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഇലാഹിയ്യത്ത്, റുബൂബിയ്യത്ത്, റഹ്മത്ത് എന്നീ മൂന്ന് കാര്യങ്ങളെയും ഹംദ് ഉൾക്കൊള്ളുന്നുണ്ട്. വഹുവൽ മഹ്മൂദു ഫി ഇലാഹിയ്യത്തിഹി വറുബൂബിയ്യത്തിഹി വറഹ്മത്തിഹി, അപ്പോൾ അല്ലാഹു അവന്റെ ഇലാഹിയ്യത്ത്, റുബൂബിയ്യത്ത്, റഹ്മത്ത് ഈ മൂന്ന് കാര്യങ്ങളിലും അവൻ സ്തുത്യാർഹനാണ്. വസനാഉ വൽ മജ്ദ് കമാലാനി ലിഹംദിഹി, സനാഉം ഹംദും സനാഉം മജ്ദും ഇത് ഹംദിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്ന രണ്ട് സംഗതികളാണ്. അപ്പൊ സനാ മജിദ് എന്നതാണ് അർറഹ്മാൻ റഹീം എന്നത് ഉൾക്കൊള്ളുന്നത്. വതളമ്മനത്ത് ഇസ്മാത്തൽ മആദ് വജസാഅൽ ഇബാദി ബിഅമാലിഹിം, അതുപോലെ തന്നെ ഈ സൂറത്ത് ഇസ്ബാത്തുൽ മആദ്, മആദ് പറഞ്ഞാൽ പരലോകാണ്, ആ പരലോകത്തെ സ്ഥിരപ്പെടുത്തുന്നു. വജസാഅൽ ഇബാദി ബിഅമാലിഹിം, അതുപോലെ തന്നെ മനുഷ്യർക്കുള്ള പ്രതിഫലം, ഹസനിഹ വസയ്യിഹ, അതിലെ നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രതിഫലത്തെയും അത് ഉൾക്കൊള്ളുന്നുണ്ട്. വതഫറുദ റബ്ബി തആല ബിൽ ഹുക്മി ഇദാക ബൈനൽ ഖലായിഖ്, ആ ഘട്ടത്തിൽ സൃഷ്ടികൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുക അള്ളാഹു മാത്രമാണ് എന്ന സംഗതിയും. തഫറുദ റബ്ബി പറഞ്ഞാല് റബ്ബിന്റെ തഫറുദ്, അവൻ ഏകനായിരിക്കുന്നു, ബിൽ ഹുക്മി നിയമം അല്ലെങ്കിൽ വിധി പറയുന്നതിലൂടെ, ഇദാക ബൈനൽ ഖലായിഖ് വകൗന ഹുക്മിഹി ബിൽ അദിൽ, അള്ളാഹുവിന്റെ ഹുക്മ് നീതിപൂർവമായിരിക്കും എന്ന സംഗതിയും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. വകുല്ലു ഹാദാ തഹത ഖൗലിഹി മാലികി യൗമിദ്ദീൻ, ഈ പറഞ്ഞ സംഗതികൾ അത്രയും മാലികി യൗമിദ്ദീൻ എന്ന ആയത്താണ് ഉൾക്കൊള്ളുന്നത്. വതളമ്മനത്ത് അതുപോലെ തന്നെ ഈ സൂറത്ത് വ്യത്യസ്ത രീതിയിൽ നുബുവത്തിനെ സ്ഥിരപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. അഹദുഹ കൗനുഹു റബ്ബുൽ ആലമീൻ,
അതിലൊന്ന് അല്ലാഹു റബ്ബുൽ ആലമീനാണ് എന്നതാണ്. ഫലാ യലീഖു ബിഹി ലാ യുഅർരിഫുഹും മാ യൻഫഉഹും ഫീ മആശിഹിം വ മആദിഹിം വമാ യദുർറുഹും ഫീഹിമ. അപ്പൊ അല്ലാഹു അവരെ വെറുതെ അശ്രദ്ധരായി, സുധൻ മുഹമ്മൽ എന്ന് പറഞ്ഞാല് ശ്രദ്ധ ഇല്ലാതെ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ വിടുക. ലാ യുഅർരിഫുഹും മാ യൻഫഉഹും ഫീ മആശിഹിം വ മആദിഹിം, അവരുടെ ജീവിതത്തിലോ മടക്കത്തിലോ, അതായത് മരണാന്തര ജീവിതം, അതാണ് മആദ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വമാ യദുർറുഹും ഫീഹിമ, ഈ മആശ് മആദ് രണ്ടിലും അവർക്ക് പ്രയോജനപ്പെടുന്നതും അവർക്ക് ദ്രോഹകരമായിട്ടുള്ള സംഗതികളും അറിയിച്ചു കൊടുക്കാതെ അവരെ വെറുതെ വിടുക എന്നുള്ളത് അള്ളാഹുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സംഗതി, അള്ളാഹുവിനോട് യോജിക്കുന്ന ഒരു സംഗതിയല്ല. വഹാദാ ഹദ്മുൽ റുബൂബിയ്യത്തി, അത് റുബൂബിയ്യത്തിനെ തകർക്കുന്ന അല്ലെങ്കിൽ റുബൂബിയ്യത്തിന് വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ്. വനിസ്ബത്തുൻ ഇല റബ്ബി തആല മാ ലാ യലീഖു ബിഹി, റബ്ബിനോട് ചേരാത്ത സംഗതി അവനോട് ചേർത്ത് പറയുന്നതിന് തുല്യമാണ് ഇങ്ങനെ മനുഷ്യരെ അവരുടെ മആശ് മആദുമായിട്ട് ബന്ധപ്പെട്ട സംഗതി അവരെ അറിയിക്കാതെ വിടുക എന്നുള്ളത്. വമാ ഖദറഹു ഹഖ്ഖ ഖദ്രിഹി മൻ നസബഹു ഇലൈഹി, അപ്പൊ ഇതൊന്നും അല്ലാഹു ചെയ്യുകയില്ല എന്ന് പറയുന്ന ആളുകൾ, അതാണ് മൻ നസബഹു ഇലൈഹി പറഞ്ഞാൽ, അവര് അള്ളാഹുവിനെ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചിട്ടില്ല. അതായത് നുബുവത്തിനെ നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ വേണ്ട പോലെ പരിഗണിച്ചിട്ടില്ല എന്നാണ് വരിക. അപ്പോ ഇത് ഉൾക്കൊള്ളുന്ന നുബുവത്തിൽ ഒരു സംഗതി അതാണ്. അസാനി, രണ്ടാമത്തേത് അഖ്ദുഹാ മിൻ ഇസ്മിഹി അല്ലാഹ്, അള്ളാഹു എന്ന ഇസ്മിൽ നിന്നാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ്. വഹുവൽ മഅലൂഹുൽ മഅബൂദ് വലാ സബീല ലിൽ ഇബാദി ഇലാ മഅരിഫത്തി ഉബൂദിയ്യത്തിഹി ഇല്ലാ മിൻ തരീഖി റുസുലിഹി. അപ്പൊ അല്ലാഹു മഅലൂഹ് ആണ്, മഅബൂദാണ്. വലാ സബീല ലിൽ ഇബാദി ഇലാ മഅരിഫത്തി ഉബൂദിയ്യത്തിഹി ഇല്ലാ മിൻ തരീഖി റുസുലിഹി, അള്ളാഹുവിന്റെ ദൂതന്മാർ വഴിയല്ലാതെ അള്ളാഹുവിന്റെ ഉബൂദിയ്യത്ത് അറിയാൻ ഒരു മാർഗവും മനുഷ്യരുടെ മുമ്പിലില്ല. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട സംഗതിയെ സംബന്ധിച്ച് ഒക്കെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പറഞ്ഞു തന്ന മാർഗം മാത്രമേ അവരെ മുമ്പിലുള്ളൂ എന്നതാണ് രണ്ടാമത്തെ സംഗതി. അൽ മൗളിഉ സാലിസു മിൻ ഇസ്മിഹി അർ-റഹ്മാൻ, അർ-റഹ്മാൻ എന്ന നാമവുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞത്. വഇന്ന റഹ്മതഹു തംനഉ ഇഹ്മാല ഇബാദിഹി വഅദമ തഅരീഫിഹിം മാ യനാലൂന ബിഹി ഗായത കമാലിഹിം. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത്, ഇന്ന റഹ്മത തംനഉ ഇഹ്മാല ഇബാദിഹി, അടിയാറുകളെ അതായത് മനുഷ്യരെ അശ്രദ്ധരാക്കി വിടുക എന്നതിനെ തടയുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് മനുഷ്യർക്ക് നൽകേണ്ട ഹിദായത്തുമായി ബന്ധപ്പെട്ട് അവർക്ക് അത് നൽകാതെ വിടുക എന്നുള്ളതിന് അള്ളാഹുവിന്റെ റഹ്മത്ത് തടയുണ്ട്. അതായത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ തേട്ടമാണ് മനുഷ്യർക്ക് ഹിദായത്ത് നൽകുക എന്നുള്ളത്. വാദമ താരീഫിഹിം മാ യനാലൂന ബിഹി ഗായത കമാലിഹിം, തങ്ങളുടെ പൂർണ്ണതയുടെ പാരമ്യം നേടിയെടുക്കാവുന്ന സംഗതി അവരെ അറിയിക്കാതിരിക്കുക എന്നതിനെയും അവന്റെ റഹ്മത്ത് തടയുണ്ട്. അപ്പൊ റഹ്മത്തിന്റെ താല്പര്യമാണ് അവരുടെ കമാലിന്റെ പൂർണ്ണത നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ അവരെ അറിയിച്ചു കൊടുക്കാനുള്ളത്. ഒമൻ തസ്മർ റഹ്മാൻ ഹഖഹു, അപ്പൊ റഹ്മാൻ എന്ന ഇസ്മിന് അതിന്റെ യഥാർത്ഥത്തിലുള്ള അവകാശം, അതർഹിക്കുന്ന ഗൗരവം അതിന് നൽകുന്ന ആളുകൾക്ക് അടിമ അറിയാം. അന്നഹു മുതളമ്മിനുൽ ഇർസാലി റുസുൽ, ഈ റഹ്മാൻ എന്ന ഈ സവിശേഷമായിട്ടുള്ള അള്ളാഹുവിന്റെ ഇസ്മ് അത് ദൂതന്മാരെ നിയോഗിക്കണതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. വൈസാലി കുത്തുബി,
കിതാബുകളുടെ അവതരണത്തെയും അത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ റഹ്മാൻ എന്നതിന്റെ തേട്ടാണ് ദൂതന്മാരെ നിയോഗിക്കാനുള്ളതും ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കാനുള്ളതും. അഅ്ളമ മിൻ തളമ്മുനിഹി ഇൻസാലുൽ ഗൈസ് വഇംബാത്തൽ കലഇ വഇഖ്റാജൽ ഹബ്ബ്. മഴ വർഷിക്കുക, സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക തുടങ്ങിയുള്ള അനുഗ്രഹങ്ങളെക്കാൾ മഹത്തരമായിട്ടുള്ള അനുഗ്രഹമാണ് ദൂതന്മാരെ നിയോഗിക്കുക, അതുപോലെ ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത്. ഫഖത്തിലാഉർ റഹ്മത്തി ലിമാ യഹ്സുനു ബിഹി ഹയാത്തുൽ ഖുലൂബ് വൽ അർവാഹി അഅ്ളമു മിൻ ഇഖ്തിലാഇഹാ ലിമാ യഹ്സുനു ബിഹി ഹയാത്തുൽ അബ്ദാനി വൽ അസ്ബാഹ്. അപ്പൊ ഹൃദയങ്ങളുടെ ജീവിതം, ഹൃദയങ്ങളുടെ സജീവത, ഹയാത്തുൽ ഖുലൂബ് വൽ അർവാഹ്, ആത്മാവിന്റെയും സജീവത കൈവരിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഭൗതിക ശരീരത്തിന്റെ ജീവൻ കൈവരുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ റഹ്മത്ത് തേടുന്ന സംഗതി എന്ന് പറഞ്ഞാല് അവന്റെ ആത്മീയമായിട്ടുള്ള അവന്റെ ഹൃദയത്തിന്റെ സജീവത, ഇത് എന്ത് വഴിയാണോ നേടിയെടുക്കാൻ കഴിയുക, അങ്ങനെയുള്ള സംഗതിയാണ് റഹ്മാൻ എന്നുള്ള സംഗതി തേടുന്നത് എന്നാണ്. ലാക്കിന്നൽ മഹജൂബൂന ഇന്നമാ അദ്റകൂ മിൻ ഹാദൽ ഇസ്മി ഹല്ലൽ ബഹായിമി വദ്ദവാബ്. എന്നാൽ ഇതിൽ നിന്ന് തടയപ്പെട്ടിട്ടുള്ള മഹജൂബൂൻ, ഇതിൽ നിന്ന് തടയപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ നാമത്തിലൂടെ, അവർക്ക് റഹ്മാൻ എന്ന നാമത്തിലൂടെ അവർ കൈവരിച്ചിട്ടുള്ളത് ബഹായിം വദ്ദവാബ്, മൃഗങ്ങളുടെയും കാലികളുടെയും ഒക്കെ വിഹിതമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പറഞ്ഞാല് അവര് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ വിധാനത്തിലേക്ക് ഉയരാൻ അർഹരായിട്ടുള്ള ആളുകളല്ല, കാലികളുടെ അവസ്ഥയിലേക്ക് താഴ്ന്നു പോയിട്ടുള്ള ആളുകളാണ് അവർ. വഅദ്റക മിൻഹു ഉലുൽ അൽബാബി അംറൻ വറാഅ ദാലിക. എന്നാൽ ബുദ്ധിമാന്മാരാവട്ടെ അതിനേക്കാൾ അപ്പുറമുള്ള സംഗതിയാണ് ഈ റഹ്മാൻ എന്ന ഈ നാമത്തിലൂടെ അവർ നേടിയെടുത്തിട്ടുള്ളത്. അൽ മൗളിഉ റാബിഉ, ഇനി നാലാമത്തെ സ്ഥാനം, മിൻ ദിക്രി യൗമിദ്ദീൻ, യൗമുദ്ദീനുമായിട്ട് ബന്ധപ്പെട്ട പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫഇന്നഹുൽ യൗം അല്ലദീ യദീനുല്ലാഹുൽ ഇബാദ ഫീഹി ബിഅഅമാലിഹിം. ആ യൗമുദ്ദീൻ എന്ന് പറയുന്നത് ഫഇന്നഹുൽ യൗം, അതൊരു ദിവസമാണ്, അല്ലദീ യദീനുല്ലാഹുൽ ഇബാദ ഫീഹി ബിഅഅമാലിഹിം, ആ ദിവസത്തിലാണ് അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് അവരുടെ പ്രതിഫലം നൽകുന്നത്. വയുസീബുഹും അലൽ ഖൈറാത്തി വയുആഖിബുഹും അലൽ മആസി വസ്സയ്യിആത്ത്. അപ്പൊ അള്ളാഹു അവരുടെ നന്മയെ തുടർന്ന് അവർക്ക് പ്രതിഫലം നൽകും, അവരുടെ തെറ്റുകൾ, കുറ്റങ്ങളുടെ പേരിൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യും. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബ അഹദൻ ഖബല ഇഖാമത്തിൽ ഹുജ്ജത്തി അലൈഹി. അള്ളാഹു ആരെയും അവർക്ക് ന്യായം, ഹുജ്ജത്ത് പറഞ്ഞാല് പ്രമാണം, ന്യായം, തെളിവ് എന്നൊക്കെ പറയാവുന്ന ഒരു പദമാണ്. അപ്പൊ ഹുജ്ജത്ത് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ അള്ളാഹു ആരെയും ശിക്ഷിക്കുകയുള്ളൂ. വൽ ഹുജ്ജത്തു ഇന്നമാ ഖാമത്ത് ബിറുസുലിഹി വകുതുബിഹി. ഹുജ്ജത്ത് സ്ഥാപിതമാവുന്നത് അള്ളാഹുവിന്റെ ദൂതന്മാരിലൂടെയും അവന്റെ വേദങ്ങളിലൂടെയുമാണ്. വബിഹി മുസ്തഹിഖ സവാബു വൽ ഇഖാബ്. അവരിലൂടെയാണ് പ്രതിഫലവും ശിക്ഷയും ഒക്കെ അർഹിക്കുന്നത്. പ്രവാചകന്മാരെ അംഗീകരിക്കുന്ന ആളുകൾ അവർക്ക് നല്ല പ്രതിഫലം കിട്ടും, അല്ലാത്തവർ ശിക്ഷിക്കപ്പെടുന്നതാണ്. വബിഹിം ഖാമ സൂഖു യൗമിദ്ദീൻ. പ്രതിഫല നാളിന്റെ മാർക്കറ്റ്, സൂഖ്, അത് നിലവിൽ വരുന്നതും ഇവരിലൂടെയാണ്. വസീഖൽ അബ്റാറു ഇലൻ നഈമി വൽ ഫുജ്ജാറു ഇലൽ ജഹീം. അന്ന് പുണ്യവാന്മാർ, അബ്റാർ, അവർ നഈമിലേക്ക്, സ്വർഗത്തിലേക്കും, വൽ ഫുജ്ജാറു ഇലൽ ജഹീം, കുറ്റവാളികൾ, അധർമ്മികൾ നരകത്തിലേക്കും ആട്ടിത്തെളിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അൽ മൗദിഉൽ ഖാമിസ്, അഞ്ചാമത്തെ സ്ഥാനം, മിൻ ഖൗലിഹി ഇയ്യാക നഅ്ബുദു, ഇയ്യാക നഅ്ബുദു എന്നുള്ളതാണ്. ഫഇന്നമാ യുഅബദു ബിഹി തആല ലാ യകൂനു ഇല്ലാ മാ യുഹിബ്ബുഹു വയർദാഹു. അപ്പൊ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന സംഗതി പറഞ്ഞാല്
അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന സംഗതികളുടെ മാത്രമേ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു സംഗതികളുടെയും അള്ളാഹുവിന്റെ ഇബാദത്ത് സാധ്യാവില്ല. ഇബാദത്തുഹു ഹിയ ശുക്റുഹു വഹസ്നുഹു. അള്ളാഹുവിന്റെ ഇബാദത്ത് എന്ന് പറയുന്നത് ആ ഇബാദത്തിലാണ് അവനുള്ള ശുക്റും അവനോട് കാണിക്കുന്ന നന്മയും. അപ്പൊ ശുദ്ധ മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അത് ഗ്രഹിക്കാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന പ്രകൃതിപരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ ശുക്ർ ചെയ്യുക, അതാണ് അവന്റെ ഇബാദത്ത് ചെയ്യാനുള്ളത്. എന്നാൽ തഅബ്ബുദിന്റെ മാർഗം, ഇബാദത്ത് സമർപ്പിക്കുന്നതിന്റെ മാർഗം എന്താണ്? അത് അള്ളാഹുവിന്റെ ദൂതന്മാരിലൂടെ മാത്രമേ ഈ ഇബാദത്ത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നറിയാൻ മാർഗമുള്ളൂ. പ്രവാചകന്മാരിലൂടെ അല്ലാതെ അത് കണ്ടെത്താനുള്ള മാർഗമൊന്നുമില്ല. അപ്പൊ മനുഷ്യൻ സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന്റെ ഇബാദത്താവില്ല. ആ ഇബാദത്തുകൾ മനുഷ്യൻ ദൂതന്മാരാണ് പറഞ്ഞു തരേണ്ടതെന്നാണ്. وفي هذا بيان أن إرسال الرسل أمر مستقر في العقول. ഇതില് ദൂതന്മാരുടെ നിയോഗം എന്നുള്ളത് ബുദ്ധിപരമായിട്ട് സുസ്ഥിരമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നതിന്റെ വിശദീകരണമുണ്ട്. യസ്തഹീലു തഅതീലുൽ ആലമി അൻഹു കമാ യസ്തഹീലു തഅതീലുഹു അനിസ്സാനിഈൻ. അപ്പൊ ലോകത്തെ ഈ ഇർസാലുർ റുസല് നൽകാതെ ലോകത്തെ അവഗണിക്കുക എന്നത് സാനിഇനെ അവഗണിക്കുന്നത് എത്രമാത്രം അസാധ്യമാണോ എന്ന് അതുപോലെ തന്നെ അസാധ്യമായിട്ടുള്ള സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. ഒമൻ അൻകറ റസൂല. അപ്പൊ ഒരു റസൂലിനെ, അല്ലെങ്കിൽ ഇവിടെ റസൂൽ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ടാവാം. അപ്പൊ റസൂലിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഫഖദ് അൻകറൽ മുർസില. ഇവിടെ റസൂൽ എന്ന് പറഞ്ഞത് ഏത് ദൂതനായിരുന്നാലും റസൂൽ അള്ളാഹു നിയോഗിച്ച ദൂതനെ നിഷേധിക്കുക എന്നുള്ളത് ആ നിയോഗിക്കുന്ന ആളെ, ദൂതന്മാരെ നിയോഗിക്കുന്ന ആള് പറഞ്ഞാൽ അള്ളാഹു. വലം യോമിൻ ബിഹി, അള്ളാഹുവിനെ നിഷേധിക്കുകയും അവനെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് അള്ളാഹു നിയോഗിച്ച ദൂതനെ നിഷേധിക്കാനുള്ളത്. വലിഹാദാ യജാലു സുബ്ഹാനഹുൽ കുഫറ ബിറസൂലിഹി കുഫറൻ ബിഹി. അതുകൊണ്ട് തന്നെ ദൂതനെ നിഷേധിക്കുക എന്നത് അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അൽ മൗദിഉ സാദിസു, ആറാമത്തെ സ്ഥാനം മിൻ ഖൗലിഹി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ളതാണ് ആറാമത്തെ രംഗം. വൽ ഹിദായത്തു മിനൽ ഹിയൽ ബയാനു വദ്ദലാല. ഹിദായത്ത് എന്നാൽ വിവരണവും അതുപോലെ തന്നെ തെളിവ് നൽകലുമാണ്. സുമ്മ തൗഫീഖു വൽ ഇൽഹാം. അപ്പൊ ആദ്യം ഹിദായത്തെ സംഗതികൾ വിവരിച്ചു കൊടുക്കുക, സംഗതി അറിയാനുള്ള തെളിവുകൾ നൽകുക എന്നതോടൊപ്പം സുമ്മ തൗഫീഖു വൽ ഇൽഹാം, പിന്നെ അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് ഉദവി നൽകുക, അത് സ്വീകരിക്കാൻ മനസ്സിൽ തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. വഹുവ ബഅദൽ ബയാനി വദ്ദലാലത്തി. ഈ തൗഫീഖും ഇൽഹാമും അത് ബയാന് ദലാലത്ത് ഇത് രണ്ടും നടന്നതിന് ശേഷമാണ് അത് നടക്കുക. വലാ സബീല ഇലൽ ബയാനി വദ്ദലാലത്തി ഇല്ലാ മിൻ ജിഹത്തി റുസുലി. ബയാന് ദലാലത്ത് കണ്ടെത്താൻ, അത് നേടിയെടുക്കാനുള്ള ലഭിക്കാനുള്ള വഴി അത് ദൂതന്മാർ വഴി മാത്രമേ അത് സാധ്യമാവുള്ളൂ. വഇദാ ഹസലൽ ബയാനു വദ്ദലാലത്തു വതഅരീഫ്. ബയാനും ദലാലത്തും തഅരീഫും സംഭവിച്ചു കഴിഞ്ഞാൽ തറത്തബ അലൈഹി ഹിദായത്ത് തൗഫീഖ്, അതിനെ തുടർന്നാണ് തൗഫീഖിന്റെ ഹിദായത്ത് വരുന്നത്. വജഅലുൽ ഈമാനി ഫിൽ ഖൽബി, ഹൃദയത്തിൽ ഈമാൻ നട്ടുപിടിപ്പിക്കാനുള്ളതും വതഹബീബുഹു ഇലൽ അബ്ദ്, ഈ ഈമാനിനെ മനുഷ്യന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള സംഗതിയായി നിർണയിക്കാന്നുള്ളതും വതസീനുഹു ഫി ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അത് സുന്ദരമായി കാണിക്കാന്നുള്ളതും ഒക്കെ ഈ ഹിദായത്ത് അതുപോലെ ബയാന് ദലാലത്ത് ഇതിന്റെ ശേഷമാണ് സംഭവിക്കുക. വജഅലുഹു മുഅസ്സിറൻ ലഹു റാദിയൻ ബിഹി റാഗിബൻ ഫീഹി. അതുപോലെ തന്നെ മനുഷ്യനെ
മുഅ്സിറൻ ലഹു, ഈ ഈമാനിനെ തെരഞ്ഞെടുക്കുന്ന, റാദിയം ബിഹി, ഈമാനിനെ തൃപ്തിപ്പെടുന്ന, റാഗിബം ബിഹി, അതിൽ താല്പര്യപ്പെടുന്ന ആളാക്കി മാറ്റാന്നുള്ളതും ഒക്കെ ഈ ബയാന് ദലാലത്തിനെ തുടർന്നാണ് സംഭവിക്കുക. വഹുമാ ഹിദായത്താനി മസ്ഊലത്താനി, അത് രണ്ടും ബയാനും ദലാലത്തും അതാണ് ഹിദായത്താനി മസ്ഊലത്താനി, അള്ളാഹുവിനോട് ചോദിക്കപ്പെടേണ്ടുന്ന രണ്ട് ഹിദായത്ത് എന്ന് പറഞ്ഞത്. വലാ യഹ്സുനുൽ ഫലാഹു ഇല്ലാ ബിഹിമ, അപ്പൊ ഹിദായത്ത്, ഈ രണ്ട് ഹിദായത്ത്, അതായത് ബയാന് ദലാലത്ത്, ഇതിലൂടെ മാത്രമേ വിജയം സാധ്യമാവുകയുള്ളൂ. മനുഷ്യന് അവന്റെ ജീവിതത്തിൽ വിജയിക്കാന്നുള്ളത് ഈ രണ്ട് സംഗതികളിലൂടെ മാത്രമാണ് സാധ്യമാവുക. വഹുമാ മുതളമ്മിനത്താനി തഅരീഫ മാലം നഅലംഹു മിനൽ ഹഖ് തഫ്സീലൻ വ ഇജ്മാല. അപ്പൊ ഈ രണ്ട് സംഗതിയും ബയാനും ദലാലത്തും അത് നമ്മൾക്ക് അറിയാൻ കഴിയാത്ത, മാലം നഅലംഹു, നമ്മൾക്ക് അറിയാൻ പറ്റാത്ത വിധത്തിൽ, അറിയാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള തഫ്സീൽ, ഇജ്മാൽ, പിന്നെ മൊത്തത്തിലുള്ള അതുപോലെ തന്നെ വിശദമായിട്ടുള്ള സത്യത്തിന്റെ വിശദീകരണം ഈ രണ്ട് സംഗതിയും, അതായത് ഹിദായത്തും ബയാനും ഉൾക്കൊള്ളുന്നുണ്ട്. വഇൽഹാമനാ ലഹു, അതുപോലെ തന്നെ പിന്നെ ആ ഒരു സംഗതിയിലേക്ക് നമ്മളുടെ മനസ്സിൽ തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതും, വജഅലനാ മുരീദീന ലിത്തിബാഇഹി ളാഹിറൻ വ ബാത്തിന, അതിനെ ബാഹ്യമായും ആന്തരികമായിട്ടും അതിനെ പിൻപറ്റുന്നവരാക്കി നമ്മളെ മാറ്റുക എന്നതും ഒക്കെ ഈ സംഗതിയാണ് ഉൾക്കൊള്ളുന്നത്. ഈ രണ്ട്, പിന്നെ ഹിദായത്ത്, അതുപോലെ തന്നെ ദലാലത്ത്, ബയാൻ എന്ന് പറയുന്ന ഹിദായത്തിന്റെ ഈ രണ്ട് മാർഗങ്ങളാണ് അത് ഉൾക്കൊള്ളുന്നത്. ثم خلق القدرة لنا على القيام بموجب الهدى بالقول والعمل والعزم. അതിനെ തുടർന്ന് പിന്നീട് സംഭവിക്കുന്നതാണ് അത് മൂജബുൽ ഹുദ, ഹുദയുടെ താല്പര്യമാണ്. ആ പിന്നെ ഹുദയെ ബിൽ ഖൗലി, വാക്കാലും, വൽ അമലി, പ്രവർത്തിയാലും, വൽ അസമി, പിന്നെ മനസ്സാലും അതിനെ കൈക്കൊള്ളാനുള്ളത്. അതിനുള്ള ഖുദ്റത്ത് പിന്നീടാണ് പിന്നെ മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹു ഉണ്ടാക്കി തരുന്നത്. തുമ്മ ഇദാമത്ത് അലൈഹി ഇലൽ മുവാഫാത്ത്, അതിനെ തുടർന്ന് ആ സംഗതി നിലനിർത്തി കൊണ്ടുപോവുക. ഇദാമത്ത് പറഞ്ഞാല് തുടർത്തി കൊണ്ടുപോവുക. തസ്ബീതന അലൈഹി, അതിൽ തന്നെ നമ്മളെ സ്ഥിരപ്പെടുത്തി നിൽക്കുക. ഇലൽ മുവാഫാത്തി, മരണം വരെ അതിൽ തന്നെ സ്ഥിരപ്പെടുത്തി നിർത്താന്നുള്ളതൊക്കെ ഈ പിന്നെ ാനുള്ള കഴിവ് നൽകിയതിനെ തുടർന്ന് പിന്നീടാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി, മറ്റേതൊരു അനിവാര്യ കാര്യങ്ങളെക്കാളും ഈ ദഅവത്ത് മനുഷ്യന് ഏറ്റവും അനിവാര്യമായ സംഗതിയാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഞങ്ങൾ നേരത്തെ തന്നെ സന്മാർഗം സിദ്ധിച്ചവരാണ് എന്ന് പറയുന്ന ആളുകളുടെ പിന്നെ വാദഗതി, അവരുടെ ചോദ്യം അതിനായ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ രണ്ടാമതൊരു ഹിദായത്ത് ചോദിക്കുന്നത് എന്നാണ് ഈ പിന്നെ സന്മാർഗം പ്രാപിക്കാത്ത ആളുകളുടെ ചോദ്യം. അപ്പൊ ഈ ചോദ്യം തന്നെ മിഥ്യയാണ്, ശരിയല്ല എന്നതിനെ കൂടി ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഫഇന്നൽ മജ്ഹൂല ലനാ മിനൽ ഹഖ് അദ്ആഫുൽ ഉലൂം മഅലൂം മാ ലാ നുരീദു ഫിഅലഹു തഹാവുനൻ വകസ്റൻ മിസ്ലു മാ നുരീദുഹു ഔ അക്സറു മിൻഹു ഔ ദൂനഹു. അപ്പോ
നമ്മൾക്ക് അറിയാത്ത, നമ്മൾക്ക് മജ്ഹൂലായ, നമ്മൾക്ക് അറിയാത്ത സത്യം, ആ സത്യമാണ് അദ്ആഫുൽ മാലൂം, അറിയേണ്ട സംഗതികളിൽ നിന്ന് വളരെ കൂടുതലായിട്ടുള്ളത്. മാലൂം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയേണ്ട സംഗതി, അദ്ആഫുൽ മാലൂം എന്ന് പറഞ്ഞാൽ അറിയേണ്ട സംഗതികളിൽ വളരെ കൂടുതലുള്ളത് നമ്മൾക്കറിയാത്ത സത്യത്തിന്റെ അറിയാത്ത വശങ്ങളാണ്. നമ്മൾക്കറിയാവുന്ന സത്യത്തിന്റെ വശം എന്ന് പറഞ്ഞത് വളരെ കുറച്ചേ ഉള്ളൂ, അറിയാത്ത ഭാഗങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ ഒമാൻ ലാ നുരീദു ഫീലഹു തഹാവുനൻ വകസ്ലൻ മിസ്ലു മാ നുരീദുഹു വഅക്സറു മിൻഹു ദൂനഹു. നമ്മൾ അറിയേണ്ട, അതുപോലെ തന്നെ അറിയാൻ ഉദ്ദേശിക്കുന്ന ആ സംഗതികളെക്കാൾ കൂടുതൽ നമ്മൾ അറിയാതെ പ്രവർത്തിക്കാൻ നമ്മുടെ മടി, അലസത കാരണമായിട്ട്, അല്ലെങ്കിൽ തഹാവുൻ അവഗണന കാരണമായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനിക്കാത്ത, ഉദ്ദേശിക്കാത്ത സംഗതികളാണ് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ടുള്ളതെന്നാ. വമാ ലാ നഖ്ദിറു അലൈഹി മിമ്മാ നുരീദുഹു കദാലിക. അതുപോലെ തന്നെ അറിയണമെന്ന് അല്ലെങ്കിൽ പ്രവർത്തിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സംഗതികളെക്കാൾ നമ്മൾക്ക് സാധ്യമല്ലാത്ത സംഗതികളാണ് കൂടുതലായിട്ടുള്ളത്. വമാ നഅരിഫു ജുംലതഹു വലാ നഹ്തദി ലിതഫാസീലിഹി. അപ്പൊ നമ്മൾ മൊത്തത്തിൽ അറിയുന്ന, അതുപോലെ തന്നെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് അറിയാൻ കഴിയാത്തതും, നമ്മൾ അറിയണമെന്ന് ഉദ്ദേശിക്കാത്തതും, നമ്മൾ പ്രവർത്തിക്കണമെന്ന് ഉദ്ദേശിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള സംഗതികളാണ് നമ്മൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ വിശദീകരണമായിട്ട് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള സംഗതികളെക്കാളൊക്കെ കൂടുതലായിട്ടുള്ളത്. അംറുൻ യഫൂത്തുൽ ഹസർ. അപ്പൊ ആ കാര്യം അത് ക്ലിപ്തപ്പെടുത്താൻ, നിർണയിക്കാൻ സാധ്യമല്ലാത്ത അത്രക്ക് കൂടുതലുള്ള ഒരു സംഗതിയാണ്. വനഹ്നു മുഹ്താജൂന ഇലൽ ഹിദായത്തി താമ്മ. നമ്മൾക്ക് വേണ്ടത് പൂർണ്ണമായിട്ടുള്ള ഹിദായത്താണ്. ഒമൻ കമുലത്ത് ലഹു ഹാദിഹിൽ ഉമൂർ. അപ്പൊ ഈ കാര്യങ്ങൾ അത്രയും ഒരാൾക്ക് പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞാൽ കാന സുഹാലുൽ ഹിദായത്തി ലഹു സുആല തസ്ബീതി വദ്ദവാം. പിന്നെ അവൻ ചോദിക്കുന്ന ഹിദായത്ത് എന്ന് പറയുന്നത് ആ ഹിദായത്തിൽ സ്ഥിരപ്പെടുത്തി നിർത്തുക, അതിൽ തന്നെ നിത്യത വരാനുള്ള സാഹചര്യം ഒരുക്കി തരിക. ഇതാണ് ഹിദായത്ത് ചോദിക്കുന്നതിലൂടെ നടക്കണം. അപ്പൊ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് തന്നെ നേരത്തെ നമ്മൾക്ക് ഹിദായത്തൊക്കെ ലഭിച്ചു, അതിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷമാണ് നമ്മളിപ്പോ ഇവിടെ ഹിദായത്ത് ചോദിക്കണമെന്ന് പറഞ്ഞാൽ ആ ഹിദായത്ത് ചോദ്യത്തിന്റെ അർത്ഥം ഈ ഹിദായത്ത് നമ്മൾക്ക് കാണിച്ചു തരണേ എന്നോ അല്ലെ അതിലേക്ക് എത്തിച്ചു തരണേന്നോ അല്ല. ആ ഹിദായത്തിൽ സുസ്ഥിരമായിട്ട് മുമ്പോട്ട് പോവാനുള്ള സൗകര്യം, അതിനുള്ള തൗഫീക്ക് നൽകണേന്നാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നതിലൂടെ ഉദ്ദേശിക്കണമെന്നാണ് പറഞ്ഞത്. വലിൽ ഹിദായത്തി മർത്തബത്തുൻ നുഖ്റ. ഇനി ഹിദായത്തിന് മറ്റൊരു മർത്തബ കൂടി ഉണ്ട്. വഹിയ ആഖിറു മറാത്തിബിഹ. അത് ഹിദായത്തിന്റെ ഏറ്റവും അവസാനത്തെ മർത്തബയാണ്. വഹിയൽ ഹിദായത്തു യൗമൽ ഖിയാമത്തി ഇലാ തരീഖിൽ ജന്ന. അത് അന്ത്യനാളിൽ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാ. മഹ്ശറയിൽ നിന്ന് വിചാരണയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നീട് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ എത്തിച്ചു തരിക എന്നുള്ളതാണ് ഹിദായത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ സ്ഥാനം എന്ന് പറഞ്ഞത്. വഹുവ സിറാത്തുൽ മൂസിലു ഇലൈഹ. ഈ സിറാത്തുൽ ജന്ന എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് എത്തിച്ചു തരുന്ന സിറാത്താണ്. വമൻ ഹുദിയ ഫി ഹാദിഹി ദാരി ഇലാ സിറാത്തിൽ മുസ്തഖീം അല്ലദീ അർസല ബിഹി റസൂലഹു വഅൻസല ബിഹി കിതാബഹു. അപ്പൊ അള്ളാഹു അവന്റെ ദൂതന്മാരെ ഏതൊരു സിറാത്തുമായിട്ട് അതുപോലെ തന്നെയാണോ അയച്ചിട്ടുള്ളത്, അവന്റെ ഗ്രന്ഥങ്ങൾ ഏതൊരു സിറാത്തുമായി ബന്ധപ്പെടുത്തിയാണോ അവതരിപ്പിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ഈ ഹിദായത്തിലേക്ക് ഈ ദുനിയാവിൽ ഫി ഹാദിഹി ദാർ ഒരാള് നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ
പുതിയ ഹുനാക്ക ഇല സിറാത്തിൽ മുസ്തഖീമൽ മൂസില ജന്നത്തിഹി വദാരി സവാബിഹി. അവിടെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും അവന്റെ പ്രതിഫലത്തിന്റെ ഗേഹത്തിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കുന്ന സിറാത്ത് മുസ്തഖീമിലേക്കാണ് അയാൾ നയിക്കപ്പെടുന്നത്. അലാ ഖദരി സുബൂത്തി ഖദമിഹി അലാ ഹാദ സിറാത്ത് അല്ലദീ നസബഹുല്ലാഹു ലിഇബാദിഹി ഫീ ഹാദിഹി ദാരി. ഈ ലോകത്ത് അള്ളാഹു മനുഷ്യർക്കായി നിശ്ചയിച്ചു കൊടുത്ത ഈ സിറാത്തിൽ ഇയാളുടെ അംഗീകരിച്ച ആളുടെ പാദം എത്രമാത്രം ഉറച്ചു നിൽക്കുന്നുവോ അതിനനുസരിച്ച് ആയിരിക്കും യക്കൂനു സുബൂത്തു ഖദമിഹി അല സിറാത്തിൽ മൻസൂബി അലാമത്തിന് ജഹന്നം. നരകത്തിലുടെ മുകളിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആ സിറാത്തിലുള്ള ഇയാളുടെ പാദം ഉറച്ചു നിൽക്കാറുള്ളത്. അപ്പൊ ഇവിടെ ഹിദായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനനുസരിച്ചാണ് മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോ ആ സിറാത്തിൽ, അതായത് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഇയാളുടെ കാല് ഉറച്ചു നിൽക്കാം. അപ്പൊ ഇവിടെ ഹിദായത്തിൽ ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ അവിടെയും ഉറച്ചു നിൽക്കൂല. അപ്പൊ അയാൾ സ്വർഗത്തിലേക്ക് പോകില്ല, നരകത്തിൽ എത്തിപ്പെടാനും ചെയ്യാം. വഅലാ ഖദരി സൈരിഹി അലാ ഹാദ സിറാത്തി യകൂനു സൈറുഹു അലാ ദാക സിറാത്ത്. ഈ സിറാത്തിലൂടെ എത്ര കണ്ട് അയാൾ മുമ്പോട്ട് പോകുന്നുണ്ടോ അതിനനുസരിച്ചാണ് ആ സിറാത്തിലൂടെ അയാൾ മുമ്പോട്ട് പോവുക. അപ്പൊ ഇവിടെ വഴിക്ക് വെച്ച് അയാൾ ഈ സിറാത്തിൽ നിന്ന് വഴുതി പോയാൽ അവിടെ ഉള്ള സിറാത്തിൽ നിന്നും അയാൾ വഴുതി പോകുന്നുള്ളതാണ്. ഒമിന്നുമൻ യമുറുക്കൽ ബറഖ്. അപ്പൊ ഈ ഹിദായത്ത് ലഭിച്ചിട്ടുള്ള ആളുകൾ ആ സ്വർഗത്തിലേക്കുള്ള സിറാത്ത് കടക്കുമ്പോൾ അവിടെ മിന്നൽ പിണറിന്റെ വേഗതയിൽ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടാകും. ഒമിൻഹും മൻ യമുറുക തറുഫ്. തറുഫ് പറഞ്ഞാല് നോട്ടം. നമ്മളിങ്ങനെ നോട്ടിട്ട് പോണ ഇതിനാണ് തറുഫ് വരിക. അപ്പൊ കണ്ണിന്റെ വേഗത അല്ലെങ്കിൽ കാഴ്ചയുടെ വേഗതയിൽ പോകുന്ന ആളുകൾ ഉണ്ടാവും. ഒമിന്നുമൻ യമുറുക ഷദ്ദിർ റികാബി. നല്ല ശക്തിയായിട്ട് ഓടുന്ന വാഹനത്തിന്റെ വേഗതയിൽ ഓടുന്ന ആളുകൾ ഉണ്ടാവും. ഒമിന്നുമൻ യസ്ആ സഅയൻ. അതുപോലെ തന്നെ വളരെ പ്രയാസപ്പെട്ടു പോകുന്ന ആളുകൾ ഉണ്ടാവും. വളരെ വേഗത്തിൽ ഓടുക, വാഹനം ഓടുന്ന വിധത്തിലല്ല, ഒരു വ്യക്തി അയാള് ഓടുന്ന ഇതിനാണ് ഇവിടെ സഅയ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ വ്യക്തി അവന്റെ രണ്ട് കാലിൽ ഓടുന്ന വേഗതയിൽ ഓടുന്നവരുണ്ടാവും. ഒമിന്നുമൻ യമുറു മഷിയൻ. നടന്നു നീങ്ങുന്നവരുണ്ടാകും. ഒമിന്നുമൻ യഹബു ഹബുവൻ. മുട്ടിട്ട് ഏഴുന്നവരുണ്ടാകും. ഒമിൻഹുമൽ മഹദൂസുൽ മുസല്ലം. ചില പോറലുകളൊക്കെ ഏൽക്കുകയും എന്നാൽ സുരക്ഷിതമായിട്ട് നരകത്തിൽ വീഴാതെ സ്വർഗത്തിൽ എത്തിപ്പെടുന്ന ആളുണ്ടാവും. മഹദൂസ് പറഞ്ഞാല് മുള്ള്, അല്ലെങ്കിൽ കുളത്ത് ഇത് ഇതുവഴി പോറലേൽക്കുന്ന ആൾക്കാണ് മഹദൂസ് എന്ന് പറയാം. എന്നാൽ അയാൾ മുസല്ലമാണ്, അയാൾ നരകത്തിൽ വീഴൊന്നുമില്ല. ഒമിൻഹുമുൽ മുഖർദസു ഫിന്നാരി. ഇനി അവരെ കൂട്ടത്തിൽ തന്നെ നരകത്തിലേക്ക് വഴുതി വീഴുന്ന ആളുകളുണ്ടാവും. മുഖർദസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യും കാലും കൂടി കൂട്ടിക്കെട്ടിയിട്ട് നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആൾക്കാണ് മുഖർദസ് എന്ന് പറയാം. വല്ലൻദുറിൽ അബ്ദു സൈറഹു അലാ ദാലിക സിറാത്തി മിൻ സൈരിഹി അലാ ഹാദാ. അതിനാൽ മനുഷ്യൻ ഈ മാർഗത്തിലൂടെ ഉള്ള സഞ്ചാരം, ആ മാർഗത്തിലൂടെ എത്ര വേഗത്തിൽ സഞ്ചരിക്കാൻ ഇയാൾക്ക് സാധ്യമാവണം എന്ന് അയാൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ മാർഗത്തിലൂടെ അയാൾ സഞ്ചരിക്കുന്നതനുസരിച്ചാണ്. അതുകൊണ്ട് അയാൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എത്ര വേഗത്തിൽ ഈ മാർഗത്തിലൂടെ മുമ്പോട്ട് നീങ്ങാൻ കഴിയുന്നതാണ്. അപ്പോഴാണ് അതിനനുസരിച്ചാണ് അവിടെ ആ സിറാത്തിലൂടെ വേഗത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുക. ഹദവൽ ഖുദ്ദത്തി ബിൽ ഖുദ്ദത്തി ജസാഅൻ വിഫാഖ. ഖുദ്ദത്ത് ബിൽ ഖുദ്ദ പറഞ്ഞാല് ഒരു രണ്ട് കമ്പെടുത്തിട്ട് ഒന്നൊന്നിനോട് ഒപ്പിച്ചു നോക്കുന്നതിനാണ് ഹദവൽ ഖുദ്ദ. അല്ലെങ്കിൽ ഒരു ചെരുപ്പ് മറ്റേ ചെരുപ്പിനോട് യോജിക്കുക, ഇതിനൊക്കെ പറയാം. ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് ഒപ്പത്തിനൊപ്പം നിർത്തുന്നതിനാണ് ഹദവൽ ഖുവ്വത്തി ബിൽ ഖുദ്ദ അറിയാം. അപ്പൊ ഇവിടെ ഈ സിറാത്തിലൂടെ എത്രമാത്രം അയാൾ അതിവേഗത്തിൽ പോകുന്നുണ്ടോ അതേ വേഗത്തിലായിരിക്കും അവിടെയും അയാൾ സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ്. അൽ തുജ്സൗന ജസാഅൻ വിഫാഖൻ.
മനുഷ്യൻ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രതിഫലമാണ് അവിടെ ലഭിക്കുക. ഹൽ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ളതായ പ്രതിഫലമല്ലാതെ മറ്റു വല്ലതും അവിടെ വെച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടോ എന്നാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണോ ഇസ്ലാമിലൂടെ ഒരാൾ മുമ്പോട്ട് നീങ്ങുന്നത് അതിനനുസരിച്ചായിരിക്കും അയാള് പരലോകത്തും പിന്നെ സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് നീങ്ങുക എന്നാണ് ആ പറഞ്ഞതിന് താല്പര്യം. വൽ യൻദുരി ശഹ്വാത്ത് വശുബ്ഹാത്ത് അല്ലത്തി നിർത്തിയാലോ? അവിടെ നിർത്തിയാലോ? പാരഗ്രാഫിന്റെ അടുത്ത് വരുന്ന മൗലവി സാബി വരുന്നുണ്ടതാ അടുത്ത പേരേല്. നിർത്താൻ തോന്നുന്നു. ആ നാളെ എടുത്താ പോലെ എടുത്തത് ബാക്കി ഞാൻ പറഞ്ഞത് അയാൾ മൗലവി സാബി വരുന്നത് അടുത്ത പേരേല്. ഇത് 2-3 വരികയുള്ളൂ. നോക്കി. വല്ലൊരു ഷഹവാത്ത് വശുബ്ഹാത്തി അല്ലത്തി തഊഖുഹു അൻ സൈരി അലാ ഹാദ സിറാത്തൽ മുസ്തഖീം. അതുകൊണ്ട് മനുഷ്യൻ ഈ സിറാത്ത് മുസ്തഖീമിലൂടെ സഞ്ചരിക്കുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞു നിർത്തുന്ന തടസ്സമായി തീരുന്ന ഷഹ്വത്തുകൾ ശുബ്ഹാത്തുകളൊക്കെ ശ്രദ്ധിക്കണം, അതിൽ നിന്നൊക്കെ വിട്ടൊഴിയാൻ ശ്രമിക്കണം. ഫഇന്നഹൽ കലാലീബുല്ലത്തി ബിജൻബത്തൈ ദാക സിറാത്ത്, സ്വർഗത്തിലേക്കുള്ള പാലത്തിന്റെ 2 ഭാഗത്തും നാട്ടി നിർത്തിയിട്ടുള്ള കൊക്കകൾ, കുളത്തുകൾ എന്ന് പറയുന്നത് ഈ ഷഹവാത്ത് ശുബ്ഹാത്താണ്. അതിൽ നിന്ന് ഒഴിവായാലേ ആ കൊക്കയെന്ന് കുളത്തുനിന്നൊക്കെ അയാൾക്ക് ഒഴിവാൻ കഴിയുള്ളൂ. തഊഖുഹു അനിൽ മുറൂരി അലൈഹി, സിറാത്തിലെ കടന്നു പോകുന്നതിൽ നിന്ന് അയാളെ തടയുകയും ചെയ്യുന്ന കലാലീബാണ് ഈ ഷഹവാത്ത് ശുബ്ഹാത്ത് പറഞ്ഞത്. ഇൻ കസുറത്ത് ഹുനാ വഖവിയത് ഫകദാലിക ഹിയ ഹുനാക. അപ്പൊ ഈ ഷഹവാത്ത് ശുബ്ഹാത്ത് ഇവിടെ എത്ര ശക്തമായി തീരുന്നുണ്ടോ അതിനനുസരിച്ചാണ് അവിടെ കലാലീബ് കൊക്കയും കൊളുത്തുമൊക്കെ ഇതിനെ ശക്തി പ്രാപിക്കുക കൂടുക. അപ്പൊ കദാലിക ഹിയ ഹുനാക, അങ്ങനെ അതിനനുസരിച്ചാണ് അവിടെ അത് ഉണ്ടാവുക എന്നാ. ഒമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, നിന്റെ നാഥൻ അടിയാറുകളോട് അനീതി ചെയ്യുന്നവനല്ല. സുആലുൽ ഹിദായത്തി മുതളമ്മിനുൽ ലിഹുസൂലി കുല്ലി ഖൈരിൻ വസലാമ മിൻ കുല്ലി ശർ. അപ്പൊ ഹിദായത്ത് ചോദിക്കാനുള്ളത് എല്ലാ ഹൈറിനെയും നേടുക, എല്ലാ ഷെറിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതിനെ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഞാൻ മൗലവി സാബി എടുത്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.